എല്ലാവർക്കും സന്തോഷ് പാലക്കാടിൻ്റെ ഭാഗം ഒരു ഹായ് 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 ഹായ്. ഇപ്പോൾ ഈ സമയത്തെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോയമ്പത്തൂർ സിറ്റിയൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ നിർത്തി കഴിച്ച് സമാധാനത്തിലാണ് യാത്ര. അല്ലാതെ ആലി പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ ഉറക്കം ഗോവിന്ദ ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ വീടൊക്കെ എത്തുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ സിറ്റി സർവീസ് സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ കടന്ന് ഒരുപാടെത്തി ബൈപ്പാസുകളിലെത്തിക്ക് ഇഷ്ടം പോലെ വണ്ടികളാണ്. എന്താ പറയുക, ഓരോ സെക്കൻഡുകൾ കൂടുന്തോറും 100 കണക്കിന് 500 കണക്കിന് മറ്റേ 50 കണക്കിന് വണ്ടികളെന്ന് പറയില്ല, അത്രയും വണ്ടികൾ നമ്മുടെ കേരളത്തേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമ്മതിക്കണം, നമ്മുടെ നാട്ടിൽ അത്രയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാം. പച്ചക്കറി വണ്ടി ആയിക്കോട്ടെ, ഈ നൈറ്റ് സർവീസ് ബസ്സുകളായിക്കോട്ടെ, ഇഷ്ടംപോലെ ലോറികളും കണ്ടെയ്നറുകളും ഒത്തിരി വണ്ടികൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോൺ സ്റ്റോപ്പായിട്ട്. അപ്പോൾ സിറ്റിയൊക്കെ കടന്നോ. ഇനിയിപ്പോൾ സമയം ഏറെക്കുറെ ഉണ്ടല്ലോ 1 മണിയാകാറായി. അപ്പോൾ ഇനിയൊന്നും നമ്മളില്ല, ഇന്നത്തെ പരിപാടി അവസാനിക്കും. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തേക്കൊക്കെ എത്താനാകുമ്പോൾ സമയം ഒരുപാട് പിടിക്കും. അപ്പോൾ നാട്ടിലൊന്നും നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്ന സാഹചര്യം നടക്കാത്ത കാര്യമാണ്. അത് അവിടുത്തെ അറിയാലോ. അപ്പോൾ ഞാൻ പോണത് വന്നിട്ട് ബൈപ്പാസ് വഴിയല്ല, വേറെ വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ നിന്ന് നിർത്തിയിടാനുള്ള അത് വയ്യ. അപ്പോൾ രാത്രി ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷ് പാലക്കാടിൻ്റെ വക ഒരു ഹായ് 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 ഹായ്. വീണ്ടും കാണാം. പുതിയ വിശേഷങ്ങളും പുതിയൊരു വീഡിയോ ഒക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതാണ് കോയമ്പത്തൂർ LND ബൈപ്പാസ്. അവിടുത്തെ ഫുള്ള് വണ്ടികൾ നിൽക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഓരോരോ വണ്ടികളാണ് ഇതൊക്കെ. A to Z ആണ്. ഇത് RT ഓഫീസ് എന്ന് പറയും. ഇതിൻ്റെ അവിടെ ഒരു RT ഓഫീസും കൂടിയുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ LND ഭാഗത്താണ്. അപ്പോൾ LNDയിലെ തിരക്കുകൾ കഴിഞ്ഞ് 4 വരി എന്ന് വെച്ചാൽ 4 ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചയാണിത്. അതിമനോഹരമായ കാഴ്ചയാണിത്. കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലേക്കാണ് ഈ ഓരോരോ വണ്ടികളുടെയും യാത്ര. ഇതെന്താ പറയല്ലേ, അത്രയും വാഹനങ്ങളുടെ തിങ്ങും തിരക്കുമായി നിൽക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇതൊക്കെ രാത്രി കാഴ്ചകളാണ്. ഇതൊക്കെ മനോഹരമായ കാഴ്ചയാണ്. ഇതൊക്കെ കാണാൻ നമ്മൾ ഒരു നല്ലൊരു റൈഡൊക്കെ പോകണം. അപ്പോൾ ഈ രാത്രി ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഓരോരോ ഭാഗ്യങ്ങളുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഇത് കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. ഓരോരോ സാധനങ്ങൾ കയറ്റിയിട്ടേ സകലമാന പലചരക്ക് സാധനങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട്. A to Z നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ചരക്ക് വാഹനങ്ങളാണ് കംപ്ലീറ്റ് അവിടെ നിൽക്കുന്നത്. രാത്രിയായ അവിടെ വന്ന് റെസ്റ്റ് എടുക്കാനോ ഇല്ല വണ്ടി നിർത്താനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്.